ഹലോ എവരി വൺ. ക്ലാസ് +2 പഠിക്കുന്ന ഒരു കുട്ടീൻ്റെ സാറ്റിൻ്റെ റിസൾട്ടിൻ്റെ സ്കോറാണ് നിങ്ങളുടെ ഫ്രണ്ടിൽ ഉള്ളത്. അതിൽ തന്നെ നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ആ കുട്ടിയുടെ ലാംഗ്വേജ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ സബ്സെക്ഷൻ്റെ സ്കോറുകളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അതായത് സ്പെല്ലിങ്, ഹിസ്റ്ററി ഓഫ് ലാംഗ്വേജ്, മീനിങ്, ഐഡൻറ്റിഫൈ വേർഡ്, ഗ്രാമർ, ഇഡിയം, കോംപ്രിഹെൻഷൻ എന്നുള്ളൊരു കാര്യം. അതായത് ലാംഗ്വേജ് ആപ്റ്റിറ്റ്യൂഡ് ഇംഗ്ലീഷിൽ എന്തൊക്കെയാണ് മൈക്രോ ആയിട്ട് നടക്കുന്നത് എന്നുള്ളൊരു കാര്യം വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് എന്നൊരു കാര്യമുണ്ട്. ഇതിനകത്ത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് ഒബ്സർവേഷൻസ് ഉണ്ട് എന്നൊരു കാര്യമുണ്ട്. ഒന്നാമതായിട്ടുള്ളതാണ് സ്പെല്ലിംഗ് എന്നുള്ളൊരു കാര്യം. അതായത് ഈ കുട്ടിയുടെ സ്പെല്ലിങ് ഭയങ്കരമായിട്ട് കറക്റ്റാണ്, പോസിറ്റീവാണ്. ആൾക്കാരെ കമ്പയർ ചെയ്യുമ്പോൾ 94.9% അത്രയും പോസിറ്റീവാണ്. അത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കോവിഡിന് ശേഷം കുട്ടികളുടെ സ്പെല്ലിങ് ഈ സാറ്റിൻ്റെ ഡാറ്റയിൽ കാണുന്നതെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് തെറ്റിക്കുന്നുണ്ട്. അതിന് ഒരു റീസണായിട്ട് റിസർച്ചേഴ്സ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ വായന ഡിജിറ്റൽ ഡിവൈസസിലേക്ക് പോകുന്നു, എഴുത്ത് കുറയുന്നു, ആ ഒരു ബന്ധം നഷ്ടപ്പെടുന്നതുകൊണ്ടാണ് ഈ സ്പെല്ലിങ് ഇത്രയും പ്രശ്നമായി വരുന്നത് എന്നൊരു കാര്യം. അപ്പോൾ ഈ കുട്ടീൻ്റെ ഇത് പോസിറ്റീവ് ആകുന്നതിൻ്റെ ഒരു അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുട്ടി നന്നായിട്ട് വായിക്കുന്നുണ്ടാകും എന്നുള്ളൊരു കാര്യം ക്ലിയറാണ് എന്നൊരു കാര്യമാണ്. രണ്ടാമതായിട്ടുള്ളൊരു കാര്യമാണ് ഹിസ്റ്ററി ഓഫ് ലാംഗ്വേജ്. ഹിസ്റ്ററി ഓഫ് ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു കാര്യം വായിക്കുമ്പം അതിൻ്റെ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടുള്ളൊരു കാര്യമാണ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ 7 സബ് ഡിവിഷനിൽ സ്പെല്ലിങ്, മീനിങ്, ഐഡൻറ്റിഫൈ വൺ വേർഡ്, ഗ്രാമർ, ഇഡിയം, കോംപ്രിഹെൻഷൻ ഇതെല്ലാം ഒരു സെറ്റാണ്. ഇതെല്ലാം ഒന്നിച്ച് പോകേണ്ട ഒരു കാര്യമാണ്. ഇതെല്ലാം റിലേറ്റഡ് ആണ്. പക്ഷേ ഹിസ്റ്ററി ഓഫ് ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് ഈ കൂടെ ഇതെല്ലാം ചെയ്തെന്ന് പറഞ്ഞാൽ ആർജിക്കണമെന്ന് നിർബന്ധമില്ല. ഹിസ്റ്ററി ഓഫ് ലാംഗ്വേജ് അത്യാവശ്യം ചരിത്രപരമായിട്ട് ബോധം ഉണ്ടായിട്ട് വായിക്കുകയോ, അതായത് ഇത് വായിക്കുമ്പം ചരിത്രപരമായിട്ട് നമ്മൾ തിരിച്ചന്വേഷിക്കുകയോ ചെയ്യേണ്ട ഒരു കപ്പാസിറ്റിയാണ്. അപ്പോൾ യൂഷ്വലി സാറ്റിൻ്റെ ഡാറ്റ പറയുന്നത് നിങ്ങളുടെ ഹിസ്റ്ററി ഓഫ് ലാംഗ്വേജ് പോസിറ്റീവ് ആണെങ്കിൽ നിങ്ങൾക്ക് ജനറലി ചരിത്രത്തിൽ അത്യാവശ്യം ബോധം ഉണ്ടാകും. അത് നമ്മൾ മെഷർ ചെയ്യുന്നത് എങ്ങനെയാണ്? സാറ്റിലെ നോളജ് ടെസ്റ്റിൽ നിങ്ങളുടെ ഹിസ്റ്ററി പോസിറ്റീവ് ആണോ എന്ന് നോക്കിയാൽ മതി. അത് നമുക്കിപ്പോൾ ചെക്ക് ചെയ്യാം. ഇപ്പോൾ കാണുമ്പോൾ നമുക്കറിയാം, ഓക്കെ ഏതാ ഈ കുട്ടീൻ്റെ ഹിസ്റ്ററിയും കൂടെ പോസിറ്റീവാണ്. അപ്പം തിയറി പറയുന്ന പോലെ തന്നെ ചരിത്രബോധമുള്ള ഒരാൾ വായിച്ചതിൻ്റെ ലക്ഷണമാണ് എന്നുള്ളൊരു കാര്യമുണ്ട്. പിന്നെ മീനിങ്, ഐഡൻറ്റിഫൈ വൺ വേർഡ്, ഓക്കെ അതിനകത്ത് നമുക്ക് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാനില്ല. പക്ഷേ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഒബ്സർവേഷൻ വരുന്നത് ഗ്രാമർ നെഗറ്റീവാണ്. ഗ്രാമർ നെഗറ്റീവ് ആകുക എന്ന് പറയുന്നത് യൂഷ്വലി സാറ്റിൻ്റെ ഡാറ്റ പ്രകാരം ഒരു നല്ല സ്കൂളിൽ പഠിച്ച ഒരാൾ, അതായത് മിനിമം ഒരു നല്ല CBSE സ്കൂളിൽ ചെറുപ്പം തൊട്ടേ പഠിച്ച ഒരാളുടെ യൂഷ്വലി ഗ്രാമർ പോസിറ്റീവ് ആയിരിക്കാം എന്നൊരു കാര്യമുണ്ട്. അത് ഈ കുട്ടീൻ്റെ നെഗറ്റീവാണ്. അത് എന്താണ് എന്ന് നമ്മൾ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. കാരണം യൂഷ്വലി അങ്ങനെ സംഭവിക്കാൻ ചാൻസ് ഇല്ല എന്നുള്ളൊരു കാര്യമുണ്ട്. അത് കഴിഞ്ഞ് അടുത്തൊരു കാര്യം എന്ന് വെച്ചാൽ കോംപ്രിഹെൻഷൻ ഭയങ്കരമായിട്ട് നെഗറ്റീവാണ്. ഈ കോംപ്രിഹെൻഷൻ നെഗറ്റീവ് ആകുക എന്നുള്ളതിൻ്റെ അർത്ഥം ഒരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു കോണ്ടെക്സ്റ്റിൽ ഞാൻ പറഞ്ഞുതരാം. അതായത് കോംപ്രിഹെൻഷൻ എന്തെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു കുറേ വിവരങ്ങൾ തരുന്നു, അതിൽ നിന്ന് നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ട് ABCDയിൽ എന്താണ് ഇത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ചോദ്യം ചോദിക്കുക എന്നൊരു കാര്യമുണ്ട്. ഈ കോംപ്രിഹെൻഷൻ യൂഷ്വലി ഒരു ഡിനോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ എഴുത്തിൻ്റെയും ഒക്കെ ഒരു ലക്ഷണമാണ് എന്നുള്ളൊരു കാര്യമുണ്ട്. അതിനൊരു റീസൺ എന്ന് പറഞ്ഞാൽ റിട്ടൺ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ഒരു റിഫ്ലക്ഷനുമായിട്ട് കോംപ്രിഹെൻഷൻ വരും എന്നുള്ളൊരു കാര്യമുണ്ട്. അതിനുള്ള ഒന്നാമത്തെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ഇവല്യൂഷനിൽ, പരിണാമത്തിൽ സംസാരിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി പണ്ട് തൊട്ടേ ഉണ്ട്. അത് പ്രൈമേറ്റ്സ് ആണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യും എന്നുള്ളൊരു കാര്യമുണ്ട്. പക്ഷേ റിട്ടേൺ ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ അതൊരു മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷനായിട്ട് ഇവോൾവ് ആകുന്നത് വളരെ റീസെൻ്റ് ആയിട്ട്, ഒരു 5000-6000 കൊല്ലങ്ങൾക്ക് മുമ്പാണ് റിട്ടേൺ ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ നമ്മുടെ ഫ്രണ്ടിലേക്ക് സുപരിചിതമായിട്ട് വരുന്നത്. അപ്പോൾ മനുഷ്യന് ഇൻഹറൻ്റ് ആയിട്ട് ഈ റിട്ടേൺ ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ടാണ് കുട്ടികളോടൊക്കെ റിട്ടേൺ എഴുതി ചെയ്യൂ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യൂ എന്ന് പറയുന്നതിൻ്റെ കാര്യം ഇൻഹറൻ്റ് ആയിട്ട് നമുക്കത് അത്ര എളുപ്പമായിട്ട് വരണമെന്ന് കാര്യമില്ല. ഈ കുട്ടിക്ക് നല്ല വായനാശീലം ഉണ്ടായിട്ടും ഈ കോംപ്രിഹെൻഷൻ നെഗറ്റീവായി വന്നത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കേസാണ്. അപ്പോൾ ഈ കോംപ്രിഹെൻഷൻ നെഗറ്റീവായി വന്നെങ്കിൽ ഈ കുട്ടിയുടെ വെർബൽ റീസണിങ്ങും നെഗറ്റീവ് ആകാൻ ചാൻസ് ഉണ്ട്. നമുക്കത് ചെക്ക് ചെയ്യാം. വെർബൽ റീസണിങ്, യെസ് കണ്ടോ, ഇവിടെ ഈ വെർബൽ റീസണിങ് നെഗറ്റീവാണ്. അതിൻ്റെ അർത്ഥം ഈ ആപ്റ്റിറ്റ്യൂഡിൽ ഒരു കാര്യം കുറയുന്നതിൽ കുറേ കാര്യങ്ങൾ ഇൻ്റർ കണക്റ്റഡ് ആയിരിക്കും എന്നുള്ളൊരു കാര്യം നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത് ഒരു കുട്ടി ഭാഷയിൽ എന്തെങ്കിലും പ്രശ്നം വന്നു എന്ന് പറഞ്ഞത് ഒരു പർട്ടിക്കുലർ കേസാണ് അല്ലെങ്കിൽ എല്ലാം പ്രശ്നമാണ് എന്നുള്ളൊരു കാര്യം അല്ല. നമുക്ക് ഈ ഡാറ്റ നോക്കുമ്പോൾ അറിയാം ചില കാര്യങ്ങൾ വളരെ ക്യൂരിയസ് ആയിട്ട് കുറേ കാര്യങ്ങളിൽ പോസിറ്റീവാണ്, ചിലത് കുറേ കാര്യങ്ങളിൽ നെഗറ്റീവാണ്. താങ്ക് യു സോ മച്ച്.